പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരെ കടുത്ത നടപടിക്ക് ഇന്ത്യ. എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കാനാണ് ആലോചന. ആക്രമണത്തിന്റെ സൂത്രധാരൻ സെയ്ഫുള്ള ഖസൂരിയെ വിട്ടു നൽകാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെടും. സൗദിയിൽ നിന്ന് അടിയന്തരമായി തിരിച്ചെത്തിയ പ്രധാനമന്ത്രി ഉന്നതതല യോഗം ചേർന്നു. ഭീകരാക്രമണം ഉണ്ടായ പഹൽഗാമിലെ മേഖലകളിൽ നേരിട്ടെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തി. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം. ബൈസാരൻ താഴ്വരയിലെ ടൂറിസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത് 7 അംഗ ഭീകര സംഘമായിരുന്നു എന്നാണ് വിവരം. അതിൽ 4-5 പേർ പാക് പൗരന്മാരാണ്. 2 പ്രദേശവാസികളും സംഘത്തിൽ ഉണ്ടായിരുന്നു. 3 ഭീകരരുടെ രേഖാചിത്രം സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടുണ്ട്. അവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. ഭീകരാക്രമണത്തിന് പിന്നാലെ പാക് ബന്ധം വ്യക്തമായതോടെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും വിച്ഛേദിക്കുന്നതിനെക്കുറിച്ച് ഗൗരവതരമായ ആലോചനയിലാണ് കേന്ദ്ര സർക്കാർ. പാകിസ്ഥാനിലെ നയതന്ത്ര കാര്യാലയത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക, ഇന്ത്യയിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട്. യാത്രാ നിരോധനവും വിസ റദ്ദാക്കലും അടക്കമുള്ള നടപടികളും വന്നേക്കും. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയേക്കുമെന്നും സൂചനയുണ്ട്. ആക്രമണത്തിന്റെ സൂത്രധാരൻ സെയ്ഫുള്ള ഖസൂരിയെ വിട്ടു നൽകാൻ ആവശ്യപ്പെടും. मैं इस मंच से देशवासियों को आश्वस्त करता हूं, घटना के मद्देनजर भारत सरकार वो हर कदम उठाएगी जो जरूरी और उपयुक्त होगा, और हम सिर्फ उन लोगों तक नहीं पहुंचेंगे जिन्होंने इस घटना को अंजाम दिया है, हम उन तक भी पहुंचेंगे जिन्होंने पर्दे के पीछे बैठकर हिंदुस्तान की सरजमी पर ऐसी नापाक हरकतों की साजिशें रची हैं. ഇതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആക്രമണമുണ്ടായ മേഖലയിൽ എത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. പരിക്കേറ്റ് ശ്രീനഗറിൽ ചികിത്സയിൽ കഴിയുന്നവരെയും അവരുടെ ബന്ധുക്കളെയും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. ഭീകരർക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കില്ലെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചു. സൗദിയിൽ നിന്ന് തിരിച്ചെത്തിയ ഉടൻ തന്നെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് പ്രധാനമന്ത്രി ഉന്നതതല യോഗം വിളിച്ച് സ്ഥിതി വിലയിരുത്തി. രാജ്നാഥ് സിംഗും അജിത് ഡോവലും അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. നാളത്തെ UP സന്ദർശനം പ്രധാനമന്ത്രി റദ്ദാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മു കശ്മീരിൽ എങ്ങും ഭീകരർക്കെതിരെ ജനം തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഭീകരാക്രമണം കശ്മീരിന്റെ കണ്ണീരെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. കോൺഗ്രസ്, BJP, PDP പ്രവർത്തകർ പ്രകടനം നടത്തി. റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ചും നാട്ടുകാർ പ്രതിഷേധിച്ചു. ടൂറിസം മേഖല കരകയറുന്നതിനിടെയുണ്ടായ ഭീകരാക്രമണത്തിൽ കടുത്ത രോഷത്തിലാണ് ജനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.